1,00,000 കള്ളവോട്ടുകൾ, അതും ഒരൊറ്റ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ഒരു അസംബ്ലിയിൽ മാത്രം. ഗുർകിരത് സിംഗ് എന്ന ഒരു വോട്ടർക്ക് മഹാദേവപുര എന്ന അസംബ്ലി മണ്ഡലത്തിൽ ബൂത്ത് നമ്പർ 116, 124, 125, 126 എന്നിങ്ങനെ 4 ബൂത്തുകളിലായി വോട്ടുകൾ. ഇങ്ങനെ ഈ ഒരു മണ്ഡലത്തിൽ മാത്രമായി ഇരട്ട വോട്ടർമാരുടെ എണ്ണം 11,965. ഇങ്ങനെ ഇതേ മണ്ഡലത്തിൽ അച്ഛന്റെ പേരില്ലാത്ത, അഡ്രസ് ഇല്ലാത്ത വോട്ടർമാരുടെ എണ്ണം 40,000. നിങ്ങൾക്ക് തമാശയായി തോന്നുന്നുണ്ടാവാം, പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. ഇവിടെ നോക്കൂ, വോട്ടറുടെ പേര് രേണുക കുമാരി, അച്ഛന്റെ പേര് KDSFFYU, ഹൗസ് നമ്പർ 0. ഇനി മറ്റൊരാളെ നോക്കാം, പേര് ടിക്ക കുമാരി ആചാര്യ, ഭർത്താവിന്റെ പേര് YTDTR, ഹൗസ് നമ്പർ 0. ഇങ്ങനെ ഈ ഒരു മണ്ഡലത്തിൽ മാത്രം അഡ്രസ് വെരിഫൈ ചെയ്യാനാകാത്ത 1ഉം 2ഉമല്ല 40,000 വോട്ടർമാർ. ഇനി മറ്റൊരു അത്ഭുതം, ഒരൊറ്റ അഡ്രസ്സിൽ 80 വോട്ടർമാർ. 35 നമ്പർ എന്ന വീട്ടിൽ ഒരൊറ്റ മുറിയിൽ താമസിക്കുന്നത് 80 വോട്ടർമാർ. 791 നമ്പർ വീട്ടിൽ ഒരൊറ്റ മുറിയിൽ 46 വോട്ടർമാർ. തമാശ എന്നാൽ ഈ അഡ്രസ്സിൽ പോയി തിരക്കിയപ്പോ ഇങ്ങനെയുള്ള ആരെയും അവർക്ക് അറിയില്ല, ഇങ്ങനെ ആരും അവിടെ താമസിക്കുന്നുമില്ല. മാത്രമല്ല, ഈ അഡ്രസ് വെരിഫൈ ചെയ്യാൻ ചെന്ന ആളെ ഈ വിവരം അറിഞ്ഞെത്തിയ കുറച്ചുപേർ അവിടുന്ന് അടിച്ചോടിച്ചു. ഇനി മറ്റൊരു അത്ഭുതം, വോട്ടേഴ്സ് ലിസ്റ്റിൽ കാണാൻ പോലും പറ്റാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത ഫോട്ടോകളുമായി 4,732 പേർ. ഇതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൽ ഈ അടുത്തിടെ നടന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചത് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അപ്പോഴാണ് പുതുപ്പള്ളി പോലൊരു അസംബ്ലി മണ്ഡലത്തിൽ 1,00,000-ൽ പരം കള്ള വോട്ടുകൾ